കണ്ട ഭയങ്കര പ്രശ്നമാക്കുവേ. ഞാനന്ന് വന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റാതെ. വെൽക്കം ബാക്ക് ടു ഇരിയങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞാനും ആരനും കൂടെ ദുബൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം പാക്ക് ചെയ്തിട്ടൊക്കെ റെഡിയായിരിക്കുവാണ്. പിന്നെ പിള്ളേർ ജോലിക്ക് പോയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തു. അങ്ങനെ മോച്ചു പിന്നെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബാനു എയർപോർട്ടിലോട്ട് നേരെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു സമയമാണ് പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് പോകുക എന്നുള്ളത്. പിന്നെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിള്ളേരെവിടെയും ഞങ്ങൾ നാട്ടിലുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അതുകൊണ്ട് തലേന്ന് തൊട്ടേ ആരും തമ്മിലങ്ങനെ വലിയ സംസാരമൊന്നും ഇല്ലായിരുന്നു. അത് എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ പോകാറാകുമ്പോഴത്തേക്കിന് ആരും തമ്മിൽ വലിയ മിണ്ടാട്ടമൊന്നുമില്ല. അപ്പം ശരിക്കും ഇപ്രാവശ്യം 10 ദിവസം ഉണ്ടെന്നാൽ സാധാരണ പോകുമ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ആരണ്ണം എക്സാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് തന്നെയല്ല. ഞങ്ങൾ പോകാനും ലേറ്റായി. ഞാൻ പോകണമെന്ന് വെച്ചിട്ടിരുന്നതല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആരൻ മാത്രമേ പോയുള്ളായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര വിഷമം. അങ്ങനെ നമ്മളിതാ എയർപോർട്ടായി കാണുന്നത്. എയർപോർട്ടിലേക്ക് എത്തി നമ്മൾ. അപ്പം പിള്ളേർക്ക് ഭയങ്കര വിഷമമായിട്ട് അങ്ങനെ അവർ എന്നോട് പറയാതെ പോലും അവരെനിക്ക് ടിക്കറ്റ് എടുത്തതാണ് മമ്മ പോരേന്നും പറഞ്ഞ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ കുറേ വഴക്കം പറഞ്ഞു, എന്തിനാണ് പിള്ളേരെ ഇപ്പോൾ ഇത്രയും ദിവസത്തേക്കായിട്ട് എടുത്തതെന്നും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എവിടെയാണെങ്കിലും 10 ദിവസമാണേലും 2 ദിവസമാണേലും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മമ്മ അതല്ലേ സന്തോഷം. പിന്നെ ഞങ്ങൾ 3 പേരും ഇവിടെ, മമ്മ അവിടെ തന്നെയാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് അത് ശരിയാകത്തില്ല എന്നും പറഞ്ഞു. അത് ഞാനാണ് ഇപ്രാവശ്യം വരത്തില്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചതേ ഞാനാണ്. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മുടെ വീട് മേടിയിലുമൊക്കെ കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ എന്താണേലും ഞാൻ വരത്തില്ല എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ കൊച്ചിന് അവധിയല്ല, അവന് ഇനിയിപ്പോൾ +2 ആയതുകൊണ്ട് അവന് പോകാനായിട്ട് പിന്നെ ഇനി അടുത്ത വർഷം ഒന്നും പറ്റത്തില്ല. പിള്ളേർ ഇനിയും വരണമെങ്കിൽ 1 വർഷം കഴിയുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ എന്താ നമ്മൾ എയർപോർട്ട് എത്തി. അപ്പോൾ ബാനുട്ടൻ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാനുവിന് അവിടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാം, മെട്രോയിൽ കയറി വരാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇതാ ഞാനും ആരനും ഓൺലൈൻ ചെക്കിന് ഓൾറെഡി മോച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും അകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ പോന്നു. പിള്ളേരോട് യാത്രയൊക്കെ പറഞ്ഞു. സങ്കടമായിരുന്നു എല്ലാവർക്കും. പിന്നെ അവർക്ക് 2 പേർക്കും തിരിച്ച് ഓഫീസിലേക്ക് പോവുകയും വേണം. അങ്ങനെ ഞങ്ങൾ മെട്രോയിലാണ് നമ്മൾ പിന്നെ ഗേറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മെട്രോയിൽ പോവുകയാണ് നമ്മൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പോരിച്ച ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും പോരുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടല്ലേ പോട്ടെ, പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എപ്പോഴും പോരുമ്പം നമ്മളിങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയല്ല പോരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ ഒന്നും ഞാൻ വീഡിയോ എടുക്കാറേ ഇല്ല. ഇപ്രാവശ്യം പിന്നെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കിന് സമയമുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ ഗേറ്റ് നമ്പറിലേക്ക് ഗേറ്റ് നമ്പർ 6 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതുവരെ പോകുന്ന കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇത് ഡ്യൂട്ടി ഫ്രീക്കകത്ത് കൂടെ വേണം നടന്ന് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കിന് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കാരണം അപ്പോൾ എല്ലാവരും ഓരോ സങ്കടങ്ങളുമായിട്ട് പോരുന്നവരും ഒക്കെ കാണും. പിന്നെ പിള്ളേരൊക്കെ പാരൻസിനെ ഇട്ടിട്ട് പോരുന്നവരും, നാട്ടിൽ പഠിക്കുന്ന പിള്ളേർ കാണും, അവർ പാരൻസിൻ്റെ അടുത്തുനിന്ന് പോരുന്നു. അങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കാണേണ്ടി വരും. അങ്ങനെ ഒരു പോരിച്ചയാണിത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സങ്കടം പിടിച്ച ഒരു കാര്യമാണ്. എനിക്കത് ഓർക്കുമ്പോൾ ഇവരെ ഇങ്ങനെ അവിടെ ആക്കിയിട്ട് പോരുന്ന കാര്യം ഓർക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ വരാനായിട്ട് മടി. പിന്നെ ഇപ്പോൾ അവർ 2 പേരും ഒരുമിച്ചുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എപ്പോഴും ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ മോച്ചൂടിനെ തന്നെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അല്ലേ പോരിച്ച്. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. മോച്ചുവിനെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് കയറി പോരുമ്പോൾ നിൽക്കുന്ന കാണുമ്പം തന്നെ എനിക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ സങ്കടമാണ് എനിക്ക്. അങ്ങനെ ഇപ്പോൾ അതാ ടൈമായി, ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറുവാണ്.
പിന്നെ എല്ലാം കൂടുതലും പിള്ളേർ സെറ്റായിരുന്നു. കാരണം പിള്ളേരെല്ലാം കൂടുതലും ഈ വെക്കേഷനായിട്ട് പാരൻസിൻ്റെ അടുത്ത് വന്നു പോകുന്ന പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഉള്ളവർ, പിന്നെ ഭാര്യ മക്കളും തന്നെ വന്നു പോകുന്നവരുണ്ടായിരുന്നു. അങ്ങനെ പല പല സങ്കടങ്ങളും സന്തോഷങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് ഫ്ലൈറ്റിൽ പോരുമ്പോഴത്തേക്കിന് കാണാം. പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നൊരു ഫാമിലിയിലെ ഒരു 3-4 പേരുണ്ടായിരുന്നു. ഇച്ചിരി ഏജ്ഡായിട്ടുള്ളവരാണ്. അവരൊരുമിച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. ഇതാ നമ്മുടെ ലഗേജ് ഇടുന്നതാണിത്. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പം അന്നേരവും നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് വരെ നമുക്ക് പിള്ളേർക്ക് മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 പേരും തിരിച്ച് ഓഫീസിലേക്ക് പോയി എന്ന് പറഞ്ഞു. നമ്മൾ അത്യാവശ്യം നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മോച്ചു ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞുവല്ലോ, ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ഞങ്ങൾ എടുത്തപ്പോഴത്തേക്കിനും മോച്ചോടനും വന്നു. പക്ഷേങ്കിൽ കഴിക്കാനേ പറ്റുന്നില്ല. എനിക്ക് സങ്കടം ഭയങ്കരമായിട്ട് മനസ്സിൽ നിൽക്കുന്ന സമയം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഛർദ്ദിക്കാനായിട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ കൊച്ചൊത്തിരി നിർബന്ധിച്ചു, മമ്മ കഴിക്കും, നീ എപ്പോഴാണ് ഫുഡ് കഴിക്കുന്നെന്നും പറഞ്ഞു ഒത്തിരി നിർബന്ധിച്ചു. എന്നിട്ട് ഞാൻ 2 സ്പൂൺ, അവൾക്കൊരു വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ മാത്രം ഞാൻ കഴിച്ചു. കാരണം എനിക്ക് പറ്റുന്നില്ല, 6 പറ്റുന്നില്ലായിരുന്നു. പിന്നെ സാധാരണ അവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ബിരിയാണി. അപ്പോൾ അവനും ബിരിയാണി ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് മോച്ചു ഓർഡർ ചെയ്തത്. അപ്പോൾ അവനും പറഞ്ഞു, ചേച്ചമ്മ ഞാൻ കഴിച്ചാൽ ഞാനും ഛർദ്ദിക്കും, എനിക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനും അവരുടെ അടുത്തുനിന്ന് പോരുമ്പോഴത്തേക്കിനൊരു ഭയങ്കര സങ്കടമാണ്. എത്രയാണെങ്കിലും അവർ 3 പേരും കൂടെ ഉള്ള ഒരു കളിയും ചിരിയും തമാശ എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു രസമാണ്. പുറത്ത് പോയാലും 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയും പിടിച്ചും അതൊരു രസമുള്ള കാര്യമാണ്. അപ്പം അത് ഭയങ്കര അവനും വിഷമം. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനേ നിന്നില്ല. പിന്നെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്കതിൽ ലൈറ്റായിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓരോരോ വിഷമങ്ങളും എല്ലാം നമ്മളിങ്ങനെ ഓർത്തുകൊണ്ട് എനിക്കിങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നിടം വരെ എനിക്ക് ഭയങ്കര സങ്കടം ആ സമയം വരെ. പിന്നെ ഇനിയിപ്പോൾ അവർ വരുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേർ അവരുടെ ലീവ് ഒക്കെ കിട്ടാതെ അവർക്ക് വരാൻ പറ്റും. സാധാരണ അവരെപ്പോഴും 6 മാസം കൂടുമ്പോഴത്തേക്കിനൊക്കെ 2 പേരും കൂടെ ഒരു വരവൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അവരുടെ ലീവിൻ്റെ സമയത്തെ അവർ വരത്തുള്ളൂ. അതുകൊണ്ടുകൂടെയാണ് അവർ ഞങ്ങളെ കൊണ്ടുപോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് അടുത്ത വർഷവും ഇനി അവധിയില്ല. 10 ദിവസം ഓണത്തിന്, 10 ദിവസം ക്രിസ്മസിൻ്റെ ഒക്കെ ഉള്ളൂ. ഇതാ ഓൾറെഡി നമ്മൾ ടേക്ക് ഓഫ് ആയി. അപ്പം പിന്നെ അന്നേരം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പോകാനും നമുക്ക് ഈ ഒരു വർഷം അവൻ്റെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പിന്നെ പിള്ളേർ പറഞ്ഞു പറ്റത്തില്ല അമ്മ എന്നും പറഞ്ഞ് അങ്ങനെ വന്നേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ക്യാൻസൽ ചെയ്യാൻ വല്ലോ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിതൊക്കെ ഓർത്തിട്ടാണ്. കാരണം എനിക്കറിയാം ചെന്ന് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സങ്കടമായി തുടങ്ങിക്കോ, ഇവരെ ഇട്ടേച്ച് പോണല്ലോ എന്നുള്ള ഒരു സങ്കടം. ആ ഒരു വിഷമം കാരണമാണ് എപ്പോഴും എനിക്ക് പോയി അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പം തൊട്ട് നമുക്ക് സങ്കടം തുടങ്ങും. അതുപോലെ പിള്ളേർ ഇങ്ങോട്ട് വരുമ്പോഴും ഉള്ള എൻ്റെ ഒരു പ്രശ്നം അതാണ്. അവർ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓർക്കുകയോ അടുത്ത ആഴ്ച അല്ലെ എൻ്റെ പിന്നത്തെ ആഴ്ച അവർക്ക് പോകണമല്ലോ എന്നോർത്തിട്ട് അങ്ങ് ഒരു ഭയങ്കര വിഷമമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂച്ചൂട്ടനും ബാനുവും ഒരുമിച്ചാണ്, ഞാനും ആരനും ഇവിടെ ഒരുമിച്ചാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടെല്ലാവർക്കും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമാണ് ഉള്ളത്. അപ്പം പിന്നെ എല്ലാവരും, ഞാൻ പറയുന്ന എല്ലാവരും ഓരോ സങ്കടങ്ങളുമായിട്ട് വന്നു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് നാട്ടെ ഫ്ലൈറ്റ് കിട്ടിയ ഫുഡ് ആണിത്. പിന്നെ ഒരു ചെറിയ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചാണ് മേടിച്ചപ്പോൾ എനിക്ക് പനീർ ഫ്രൈ ആയിരുന്നു. അങ്ങനെ ഒക്കെ കഴിച്ചു. ആരനൊന്നും കഴിച്ചില്ല. ആരനൊരു ചെറിയൊരു ചിക്കൻ ഫ്രൈ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് മാത്രമേ കഴിച്ചുള്ളൂ. വേറെ ഒന്നും അവൻ കഴിക്കത്തില്ല. പിന്നെ രസഗുല ഉണ്ടായിരുന്നു, അവനതും കഴിച്ചില്ല. ഞാനൊരു പീസ് കഴിച്ചു. അങ്ങനെയൊക്കെ ബാക്കിയെല്ലാം തന്നെ വെച്ചാണ് എൻ്റെതും. എനിക്കും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ കട്ടൻ കാപ്പി ഇങ്ങനെ തരും. അപ്പോൾ അതിന് വേറെ മിൽക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് തരും, ഷുഗറും എല്ലാം തരും. തന്നെ നമ്മൾ തന്നെ മിക്സ് ചെയ്ത് കുടിക്കുക. അങ്ങനെ കാപ്പി കുടിച്ചു. ആരണം അതും കുടിക്കത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്താറായി. അപ്പം മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ലാൻഡ് ചെയ്തു.
ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വീട് പറ്റുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമുക്ക് ഇറങ്ങിക്കഴിയുമ്പം പിന്നെ എത്രയും വേഗം വീട്ടിലെത്തണം. ആ യാത്ര, എയർപോർട്ടിൽ നിന്ന് വീട് വരെയുള്ള യാത്ര, അതും ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അത് തന്നെ, എയർപോർട്ട് വരെ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. ഇപ്രാവശ്യം എന്നെ സംബന്ധിച്ച് ആറിനെ വിട്ടൊരു 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പോകേണ്ടി വന്നു. വീണ്ടും യാത്ര ചെയ്ത് എയർപോർട്ട് വരെ എനിക്കങ്ങൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അപ്പം വേണ്ടേ നമ്മൾ എയർപോർട്ടെത്തി. ഇനിയിപ്പം പിന്നെ എത്രയും വേഗം പുറത്തോട്ട് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ സാധാരണ നമുക്ക് ഫ്ലൈറ്റ് കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണമെന്ന് ഇമിഗ്രേഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ബസ്സുണ്ടായിരുന്നു. ബസ്സിലാണ് നമ്മൾ ഇമിഗ്രേഷൻ്റെ അടുത്ത് വരെ നമ്മൾ ബസ്സിലാണ് ചെന്നത്. അപ്പം ഡ്യൂട്ടി ഫ്രീ ആണിത്. നമ്മൾ ലഗേജ് നോക്കി നിൽക്കുവാണ്. നമ്മുടെ ഒരെണ്ണം വരുന്നുണ്ടോ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ വെയിറ്റ് ചെയ്തു. ഒരു പെട്ടി പൊട്ടി പോയായിരുന്നു, അന്നേരം അത് കിട്ടാനായിട്ട് ലേറ്റ് ആയിരുന്നു. ഇങ്ങനെ ലഗേജൊക്കെ കിട്ടി. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആരൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അരിപ്പ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ആ വഴിക്കായിരുന്നു നമ്മുടെ വണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ കഴിക്കാൻ കയറി. അപ്പം ഞാൻ അപ്പവും മേടിച്ചു, ആരൻ പൊറോട്ടയും വാങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡുമാണ്, ഭയങ്കര തിരക്കുമാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് എനിക്ക് മുകളിൽ എൻ്റെ ഫ്രണ്ട് അനു ബ്രെഡ്, മുട്ട, ഏത്തയ്ക്ക, ബട്ടർ, ഫ്ലാസ്കിൽ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിരുന്നു. പക്ഷേ അന്നേരം ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ഇച്ചിരി കാപ്പി മാത്രം എടുത്ത് കുടിച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള രാവിലത്തേക്ക് ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിരുന്നു. ചമ്മന്തി, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഉച്ചക്കത്തേക്കുള്ള ബീഫ് ഫ്രൈ, പിന്നെന്താണ് കടച്ചക്ക തോരനുണ്ടായിരുന്നു, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, അച്ചാർ, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി നല്ല സുഖമായിട്ട് ചോറുണ്ടു. അപ്പം രാവിലത്തേക്ക് ഇതുപോലെ ആരനെ സ്കൂളിൽ പോകണമായിരുന്നു. അത്ര ലേറ്റായിട്ട് വന്നിട്ടും അവന് പോകണമായിരുന്നു. അപ്പോൾ ദോശമാവും ഉണ്ടായിരുന്നു, സാമ്പാറും എല്ലാം അവന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കൂട്ടി അവന് കൊടുത്തു. അവൻ സ്കൂളിൽ പോവുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ തിരിച്ച് ദുബൈയിൽ നിന്ന് വന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.